ബംഗ്ലാദേശിൽ അതിദാരുണമായ ഹിന്ദു ഒപ്പം തന്നെ ക്രിസ്ത്യ ബുദ്ധ വിഭാഗങ്ങൾക്ക് നേരെ ആക്രമണവും കൊലയും ഒപ്പം കൊള്ളിവെപ്പും അവരുടെ സ്ഥാപനങ്ങൾ നശിപ്പിക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോകുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയത് RSS എന്താണ് പറയുന്നത്, എന്താണ് അവരുടെ നിലപാട് എന്നാണ്. വിവിധ ഹൈന്ദവ സംഘടനകൾ ഇതിനോടകം തന്നെ ലോകത്തെമ്പാടും വലിയ പ്രതിഷേധത്തിലാണ്. ഇപ്പോഴും പ്രതിഷേധത്തിൻ്റെ പ്രകടനങ്ങളും മറ്റുമൊക്കെ അടങ്ങുന്നില്ല. ബംഗാളിലായാലും മറ്റ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലായാലും ഒക്കെ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം പോകുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് RSSൻ്റെ ആസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തിയതിനു ശേഷം RSS തലവൻ മോഹൻ ഭഗവത് പറഞ്ഞത്, ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത, കടമ നമുക്കുണ്ട്. അവരെ സംരക്ഷിക്കുക തന്നെ വേണം. വരും തലമുറയുടെ ആ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി ലോകത്തെ പല ശക്തികളും പ്രവർത്തിച്ചു വരികയാണ്. അവർ എല്ലാ കാലവും ഒരുപോലെ അല്ല എന്നുകൂടി ഓർക്കണമെന്നുകൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതായത് ഒരു സമയത്തിന് ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണത്തിൽ അവരെ സംരക്ഷിക്കാൻ ഈ രാജ്യത്തിന് കടമയുണ്ടെന്നും ഈ RSS എന്ന് പറയുന്ന സംഘടന അടക്കമുള്ളവർക്ക് അതിൻ്റെ കടമയുണ്ടെന്നും ഉത്തരവാദിത്വമുണ്ടെന്നും കൂടി അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നത്, ഇത് നശിപ്പിക്കാനായിട്ട് ഇല്ലെങ്കിൽ ആ വരും തലമുറയുടെ കൂടി ഉള്ള ന്യൂനപക്ഷങ്ങളുടെ ആ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുവാനായിട്ട് ഒരു വലിയ ശക്തി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഉണ്ട്. അവർ ഓർക്കേണ്ട ഒരു കാര്യം, എക്കാലവും ആ ശക്തി അവർക്കുണ്ടാകില്ല എന്നുകൂടി ഓർക്കണമെന്നുകൂടി പറയുന്നു. ഏതായാലും കേന്ദ്ര സർക്കാർ സജീവമായി തന്നെ ബംഗ്ലാദേശ് വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗ്ലാദേശ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കണമെന്ന്. ഏതായാലും മോഹൻ ഭാഗവതിൻ്റെ നിലപാട് RSSൻ്റെ നിലപാടായി തന്നെ കരുതേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.